ഹായ് ഗേൾസ്, അസ്സലാമു അലൈക്കും. ഞാനിന്നൊരു 2025 ബുള്ളറ്റ് ജേർണലാണ് ചെയ്യുന്നത്. ഇത് ഞാൻ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു ബുക്കാണ്. ഞാൻ വീട്ടിലെ കുട്ടികളുടെയൊക്കെ പഴയ നോട്ട്സിൽ നിന്നൊക്കെ പേജൊക്കെ കളക്ട് ചെയ്തിട്ട് ഞാനങ്ങനെ ഉണ്ടാക്കിയതാണ്. വെട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്തതൊക്കെയാണ്. ബുക്ക് ഉണ്ടാക്കാനൊക്കെ പിന്നെ എല്ലാവർക്കും ഇപ്പോൾ അറിയാമല്ലോ. ഇപ്പം കുറേ യൂട്യൂബേഴ്സിൻ്റെ ചാനലിൽ തന്നെ കാണുമല്ലോ. ഞാനും അതിൽ നിന്ന് റെഫർ എടുത്തിട്ടാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ളത്. ഞാനിതിന് മുൻപൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇത്രയും നീറ്റായിട്ടില്ലായിരുന്നു. ഞാൻ 2024 ഇതേപോലെ ജേർണലിങ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാനിപ്പോൾ ഇതും ചെയ്യുന്നത്. ഇത് ഞാനിങ്ങനെ ബാക്കിലൊരു ക്ലോത്ത് വെച്ചിട്ട് പിന്നെ ഇങ്ങനെ ലേസൊക്കെ കൊടുത്തതാണ്. പിന്നെ ഞാൻ ഫസ്റ്റത്തെ പേജിൽ ബിസ്മി എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 2025 ഇങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. ഈ പ്ലാനർ നമ്മളെ ജീവിതത്തിന് ചില മാറ്റങ്ങളൊക്കെ വരുത്തും കേട്ടോ. ഈ പ്ലാനറിൽ നമ്മൾ എഴുതി വെച്ചത് ഇങ്ങനെ ഇടയ്ക്കൊക്കെ നോക്കുമ്പോൾ നമുക്കൊരു സെൽഫ് ലവ് ഒക്കെ ഇതിൽ നിന്ന് നമുക്കിങ്ങനെ കിട്ടും. നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെക്കാനൊരു പറയാൻ ആരില്ലെങ്കിലും ഇതൊക്കെ നമുക്കിങ്ങനെ എഴുതി വെക്കാം. ഇത് ഞാൻ സ്കിൻ കെയറിന് ഇമ്പോർട്ടൻസ് ഇപ്പോൾ കൊടുത്തു. അപ്പോൾ ഫേസും ബോഡിയും ഹെയറും അതിലൊക്കെ എനിക്ക് ചെയ്തിട്ട് എഫക്റ്റായിട്ടുള്ള കുറച്ച് സ്കിൻ കെയർസ് മാത്രം ഞാൻ അവിടെ ഇങ്ങനെ എഴുതി വെക്കുകയാണ്. പിന്നെ ഇതൊരു ഇൻഡെക്സിൻ്റെ വർക്ക്സാണ്. ഈ പ്ലാനറിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അതിൽ എന്തൊക്കെയുണ്ടെന്നുള്ളത് നമുക്ക് ഈ ഇൻഡെക്സിൽ എഴുതി വെച്ചാൽ പെട്ടെന്ന് മനസ്സിലാവും. ഇതിൽ എങ്ങനെ മന്ത് എഴുതി കൊടുക്കുന്നുണ്ട്. നമുക്ക് നമ്മൾ 25 റെസൊല്യൂഷൻസ് എടുക്കുന്നത് പോലെ തന്നെയാണ് 2024 നമ്മൾ എന്തൊക്കെയായി എന്നുള്ളതും നോക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ നോക്കാൻ നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാനർ ഉണ്ടെങ്കിൽ 2026 നമുക്ക് ഈ പ്ലാനർ തുറന്ന് നോക്കുമ്പോൾ നമ്മളിങ്ങനെയൊക്കെ ചെയ്തു എന്നൊക്കെ നമുക്ക് തന്നെ ഒരു പ്രൗഡ് തോന്നും. പിന്നെ ഇപ്പോൾ മാർക്കറ്റുകളിലൊക്കെ ഒരുപാട് വാങ്ങാൻ കിട്ടും കേട്ടോ ഈ പ്ലാനേഴ്സ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ പ്ലാനർ ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് വാങ്ങാൻ കിട്ടും. പക്ഷേ എനിക്കെന്തോ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഇഷ്ടം. പിന്നെ കൊല്ലങ്ങൾ കഴിഞ്ഞ് നമ്മളിത് നോക്കുമ്പോൾ ഞാൻ ഉണ്ടാക്കിയതാണെന്ന് നമുക്കൊരു അഭിമാനത്തോടു കൂടി നോക്കി കാണാമല്ലോ. പിന്നെ ഇത് ഞാൻ ഗോൾസ്, വീക്ക്ലി റീസെറ്റൊക്കെയാണ് എഴുതി കൊടുക്കുന്നത്. എനിക്ക് കാര്യമായിട്ട് ഇങ്ങനെ എക്സസൈസ്, സെൽഫ് കെയർ, യോഗ ഇതൊക്കെ ചെയ്യണം എന്നാണ് എഴുതി വെക്കുന്നുണ്ട്. നടക്കുമെന്നൊന്നും അറിയില്ല. ഇല്ലെങ്കിൽ നമുക്കിത് നോക്കുമ്പോൾ ഞാനിത് ചെയ്തില്ലല്ലോ എന്നെങ്കിലും തോന്നുമല്ലോ, അതിനുവേണ്ടി എഴുതുന്നുണ്ട്. പിന്നെ ഇത് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ഞാനെല്ലാം ഓരോ മന്തിലെയും എഴുതി കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇതിൽ എഴുതുന്നുണ്ട്. പിന്നെ ഇത് യൂട്യൂബിനായിട്ടുള്ളൊരു പേജാണ്. അതായത് ഇമെയിൽ, നെയിം, പാസ്വേഡൊന്നും മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇവിടെ ഞാനൊരു ഒഫീഷ്യൽ പേജും കൊടുക്കുന്നുണ്ട്. പിന്നെ ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ വെറുതെ ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഒന്നും കടയിൽ നിന്ന് ക്യാഷ് കൊടുത്ത് വാങ്ങിയതല്ല. എല്ലാം ഞാനിങ്ങനെ കുറേ പിൻട്രസ്റ്റ് റെഫർ എടുത്തിട്ട് അങ്ങനെയൊക്കെ ഒന്നും ഭംഗിയൊന്നുമില്ല, എന്നാലും അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടി ചെയ്യുന്നതല്ലേ, അപ്പം അത്രയൊക്കെ മതിയെന്ന് തോന്നി. പിന്നെ ഇത് ഞാൻ കുക്കിംഗ് റെസിപ്പീസൊക്കെ ഇൻസ്റ്റയിൽ നിന്നൊക്കെ കിട്ടുന്നതൊക്കെ ഇതിൽ എഴുതി വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. മിക്കവാറും ഞാൻ ഈ പേജ് തൊടാനൊന്നും പോകുന്നില്ല, പക്ഷേ 2 പേജൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലും സ്റ്റിക്കേഴ്സൊക്കെ ഞാനിങ്ങനെ ഉണ്ടാക്കിയതാണ്. പിന്നെ ഇതൊരു പീരീഡ്സിനുള്ളൊരു കോളം കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഡേറ്റ്സ് എഴുതി വെക്കാൻ, എല്ലാ മന്തിലെയും ഡേറ്റ്സ് എഴുതി വെക്കാനുള്ളൊരു കോളം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെൻ്റെ ഒരു മൂഞ്ചി അവക്കോടയാണ്. ഞാനിത് അവക്കോടയൊക്കെയാണ് വരച്ചപ്പോൾ, പക്ഷേ ഇമെയിലും പാസ്വേഡും എഴുതാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു. ഒപ്പിക്കാം അങ്ങനത്തെ ഒരു അവക്കാടായി. പിന്നെ ഞാനിത് ജനുവരിക്ക് വേണ്ടി ഇങ്ങനെ ഒരു പേജ് ചെയ്തതാണ്. ഇതൊരു ഗിഫ്റ്റിൻ്റെ പൊതിയുന്നൊരു പേപ്പർ എന്തോ ആണ്. അതിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതാണ്. പക്ഷേ എനിക്കിത് ഒട്ടിച്ച് വന്നപ്പോൾ ഒരു ഭംഗി തോന്നിയില്ല. അങ്ങനെ ഞാൻ പിന്നെ ഇതിന് ബ്ലാക്ക് ഇതൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ അതും എനിക്കൊരു ഭംഗി തോന്നാത്തതുകൊണ്ട് ഇത് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇതെന്നെ കട്ട് ചെയ്തെടുത്തിട്ട് ആ ജനുവരി എഴുതിയത് മാത്രം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം 2024 ചെയ്തതാണ്. പിന്നെ ഞാനൊരു റീക്യാപ്പ് കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കേഴ്സൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ്. പിന്നെ ഫ്യൂച്ചറിലേക്കൊരു ലെറ്ററും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ സ്റ്റിക്കറും ഞാൻ ഉണ്ടാക്കിയതാണ്. ജനുവരി ഞാനിങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഈ ജനുവരി ഞാൻ കലണ്ടറിൽ നിന്ന് കട്ട് ചെയ്തെടുത്താണ്. പിന്നെ ഇതും ഞാൻ കലണ്ടറിൽ നിന്ന് കട്ട് ചെയ്തതാണ്. ഇതിങ്ങനെ ഒരു 31 ദിവസത്തിന് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതിൽ ഞാനിങ്ങനെ ദിവസം എഴുതി കൊടുക്കുന്നുണ്ട്. ഇതെന്താ വെച്ചാൽ എല്ലാ ദിവസവും നടന്ന കാര്യങ്ങൾ ഒരു ഡയറി പോലെ എഴുതാതെ ചെറിയൊരു ബ്രീഫാക്കിയിട്ട് എഴുതാമെന്ന് വിചാരിച്ചു. ഇങ്ങനെ ലോങ് ആയിട്ട് ഓരോ ഡയറി ഓരോ പേജായിട്ട് എഴുതാൻ എനിക്ക് പ്രത്യേകിച്ച് കാര്യങ്ങളും ഉണ്ടാവില്ല. പിന്നെ ഞാനതൊരിക്കലും തുറന്നും നോക്കാൻ പോണില്ല. ഇതാവുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പോയിൻ്റാക്കി എഴുതി വെക്കുമ്പോൾ പിന്നെ എപ്പോഴേലും തുറന്ന് നോക്കിയാലും കാര്യത്തിൽപ്പെടും. മറ്റേത് നമ്മൾ എവിടെയാണെന്ന് ചെയ്തിട്ട് ഇങ്ങനെ നോക്കണ്ടേ, ഇത് പെട്ടെന്ന് കാണും.
ഇത് ഈ മന്തിന് വേണ്ടിയിട്ടുള്ള ഇത് ഈ മന്ത് അവസാനത്തിൽ എന്തൊക്കെ സംഭവിച്ചു അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടൊരു ചെറിയ ലെറ്റർ എഴുതാൻ വേണ്ടിയിട്ടുള്ളൊരു കോളാണ്. അങ്ങനെ നമ്മുടെ പ്ലാനർ ഇത്രയേ ഉള്ളൂ. ഇത് 2024 ചെയ്തതാണ്. എല്ലാവരും ഒന്ന് പ്ലാനറൊക്കെ ചെയ്ത് നോക്കുക. നമുക്ക് 2025 നല്ല വർഷമാവട്ടെ എല്ലാവർക്കും. ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് യൂട്യൂബിൽ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എന്നെ സഹായിക്കണം, എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. എല്ലാവർക്കും നല്ലൊരു വർഷമാവട്ടെ ഇത്.